പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 4 ഏത്തപ്പഴമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ചെറിയ ഏത്തപ്പഴമാണ്. അതിനെ ഞാൻ 4ആക്കി മുറിച്ചെടുത്തേക്കുക. ഇതുപോലെ 4 പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി ഇതിനൊരു ബാറ്റർ ഉണ്ടാക്കണം. ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. 2 കപ്പ് മൈദയിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി. ഇത് വറുത്ത അരിപ്പൊടിയാണ്. ഇപ്പോൾ പുട്ടിൻ്റെയോ ഇടിയപ്പത്തിൻ്റെ ഏത് പൊടിയാണെങ്കിലും കുഴപ്പമില്ല. അരിപ്പൊടി വറുത്ത അരിപ്പൊടി ആയിരിക്കണം, അത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിൽ ഇപ്പോൾ ഞാൻ എടുത്തേക്കണ പഴത്തിന് നല്ല മധുരമുണ്ട്. അതുകൊണ്ട് ഞാൻ മധുരം ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇപ്പോൾ മധുരം ഇല്ലാത്ത പഴമാണെന്നുണ്ടെങ്കിൽ ചില ഏത്തപ്പഴത്തിനൊന്നും മധുരം ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കാം. മധുരം അങ്ങനെ ആവശ്യത്തിനെന്ന് വെച്ചാൽ അതനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഇപ്പോൾ ഇതിലെനിക്ക് പഴത്തിന് മധുരം ഉള്ളതുകൊണ്ട് ഞാനിതിൽ മധുരം ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് നമ്മൾ ആ പൊടിയിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഒഴിച്ച് നോക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ. ഇതിൽ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ലൂസാകാൻ പാടില്ല, ഒരുപാട് തിക്കും ആകാൻ പാടില്ല. ഒരു മീഡിയം ടൈപ്പിൽ വേണം ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ആ പഴം മുക്കുമ്പോൾ അതിങ്ങനെ കോട്ട് ചെയ്ത് വരണം. ആ ഒരു പരിവാണ് എൻ്റെ അകത്ത് വേണ്ടത്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണേന്ന്. കുറച്ചായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം. ഇപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചായിരുന്നു. പക്ഷേ എന്നാലും ഇച്ചിരിയും കൂടെ കുറച്ച് വെള്ളം ചേർക്കണം ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണേ ഇതിൻ്റെ അകത്ത്. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. പിന്നെ മുട്ട ചേർക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഒരു മുട്ടയും കൂടെ അടിച്ച് ചേർക്കാം. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് വരും ഇതിനകത്ത്. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതിൽ ഞാൻ മുട്ട ചേർക്കുന്നില്ല. ഞാൻ മുട്ട ചേർത്തും ഉണ്ടാക്കാറുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കൂടെ ഇതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂണും കൂടെ ഒരു മഞ്ഞൾപ്പൊടി ചേർക്കണം ഇതിനകത്ത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ചും കൂടെ വെള്ളം വേണം. ഈ ബാറ്റർ കുറച്ച് തിക്കാണ്. ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കണേ ഞാൻ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. നമുക്കിത് ഈ പഴം മുക്കുമ്പോൾ അതിൻ്റെ പുറത്ത് കോട്ട് ചെയ്ത് വരണം. നമുക്ക് ഇത് പഴംപൊരി ഉണ്ടാക്കി തുടങ്ങാം. അതിന് ഞാനിപ്പോൾ ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചൂടായി കിടക്കുക. ഈ ചൂടായ തവയിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. ഞാൻ ഒഴിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. ശരിക്കും പഴംപൊരി നമ്മൾ നാടൻ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിലാണ് നമുക്ക് ശരിക്കും ഉണ്ടാക്കേണ്ടത്. അതാണ് ടേസ്റ്റ്. ഇപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾ ഓയിലിൻ്റെ അകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പം പഴം മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ ഒഴിക്കാം. നമുക്കിത് എണ്ണ ചൂടായോ എന്ന് നോക്കാം. കുറച്ച് മാവ് ഇട്ടിച്ച് നോക്കാം. അപ്പോൾ അറിയാം എണ്ണ ചൂടായോ എന്ന്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പഴം ഈ മാവിൽ മുക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടാം. ഇത് നമ്മൾ മുക്കി അപ്പം തന്നെ എണ്ണയിലേക്ക് ഇടണം. നമ്മൾ മുക്കി വേറെ പ്ലേറ്റിലോട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് അപ്പം തന്നെ ചെയ്യണം. ഞാനിത് പഴം എല്ലാം കൂടെ ഈ
മാവിലേക്ക് ചേർക്കണതാണ്. ഈ പഴം മാവിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഈ എണ്ണയിലേക്ക് ഇടാം. ഇതിപ്പോൾ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്, നമുക്ക് മറിച്ചിടാത്. ഇതങ്ങനെ വേകാനായിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. ഇത് പഴത്തിൻ്റെ പുറത്തുള്ള കോട്ടിങ് മാത്രം വെന്തേച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് വരും. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പഴത്തിന് മധുരം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം. ഇവിടെ ഷുഗറുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലും പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പഞ്ചസാര ചേർക്കാണ്ട് ഉണ്ടാക്കി വെച്ചാൽ മതി. നല്ല മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് മധുരം ചേർക്കേണ്ടത്. അപ്പോൾ ഇത് മറ്റേ സൈഡ് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതാ ആ മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചെറിയ ഒരു ബ്രൗൺ കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. ഒരുപാട് ബ്രൗൺ ആകരുത്, അപ്പോൾ അത് കരിഞ്ഞു പോവും. ചെറിയൊരു ബ്രൗണിഷ് കളർ വന്നാൽ മതി. ഇപ്പോൾ ഇടയ്ക്ക് കാണുന്നില്ലേ ഇതുപോലെ ചെറുതായിട്ട്, അത്രയും മതി. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഇത് കോരിയെടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിലെ എണ്ണയൊക്കെ അങ്ങോട്ട് പൊക്കോളും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണിത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പേപ്പറിലേക്ക് മാറ്റുന്നതാണ്. നല്ല ചൂട് പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.